ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ ഇടതുമുന്നണിക്ക് ആധികാരിക ജയം. തിരുവനന്തപുരം, കോഴിക്കോട്, കൊല്ലം കോർപ്പറേഷനുകളിൽ LDF ഭരണത്തിൽ. കണ്ണൂർ കോർപ്പറേഷനിൽ UDF. ആർക്കും മേൽക്കൈയില്ലാതെ തൃശൂർ, എറണാകുളം കോർപ്പറേഷനുകൾ. 551 ഗ്രാമപഞ്ചായത്തുകൾ LDFന്, 365 പഞ്ചായത്തുകളിൽ UDF ഭരണം. മുനിസിപ്പാലിറ്റികളിൽ UDFന് മുൻതൂക്കം. പന്തളം മുനിസിപ്പാലിറ്റിയിൽ NDA ആദ്യമായി ഭരണം പിടിച്ചു. പാലക്കാട് നിലനിർത്തി. തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്ത്. നുണപ്രചാരണങ്ങൾക്ക് ജനം നൽകിയ വിജയമെന്ന് മുഖ്യമന്ത്രി. സർക്കാരിനെതിരായ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതു വലതു മുന്നണികൾ ഒത്തുകളിച്ചെന്ന് BJP. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വ്യക്തമായ മേൽക്കൈ. ത്രിതല പഞ്ചായത്തുകളിൽ LDF ഭൂരിപക്ഷം നേടി. മുനിസിപ്പാലിറ്റികളിൽ മാത്രമാണ് UDFന് ഭൂരിപക്ഷം നേടാനായത്. നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ മുന്നേറ്റം നടത്തിയ NDA പന്തളം, പാലക്കാട് മുനിസിപ്പാലിറ്റികളിൽ അധികാരത്തിലെത്തി. സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ 51 സീറ്റ് നേടി LDF നിലനിർത്തി. 34 സീറ്റ് നേടി NDA 2ാം സ്ഥാനത്തും 10 സീറ്റ് നേടി കോൺഗ്രസ് 3ാം സ്ഥാനത്തുമെത്തി. കൊല്ലം, കോഴിക്കോട് എന്നീ കോർപ്പറേഷനുകളിൽ LDFും കണ്ണൂർ കോർപ്പറേഷനിൽ UDFും ഭരണത്തിലെത്തി. കൊല്ലത്ത് LDF 39, UDF 9, BJP 6 എന്നിങ്ങനെയാണ് സീറ്റ് നില. കോഴിക്കോട് LDF 51, UDF 17, BJP 7 എന്നിങ്ങനെയാണ് കക്ഷിനില. കൊച്ചി, തൃശൂർ നഗരസഭകളിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല. കൊച്ചിയിൽ LDF 34, UDF 31, NDA 5 സീറ്റ് നേടി. ശക്തമായ മത്സരം നടന്ന തൃശൂരിൽ LDF 24, UDF 23, BJP 6 എന്നിങ്ങനെയാണ് കക്ഷിനില. സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകളിൽ 514 ഗ്രാമപഞ്ചായത്തുകളിലും LDF ഭരണം നേടി. 377 പഞ്ചായത്തുകളാണ് UDFന് ലഭിച്ചത്. NDAയ്ക്ക് 22 ഗ്രാമപഞ്ചായത്തുകൾ മാത്രമാണ് ലഭിച്ചത്. സ്വതന്ത്രരും മറ്റുള്ളവരും ചേർന്ന് 28 ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണം നേടി. 2015 ഇടതുമുന്നണിക്ക് 551 ഗ്രാമപഞ്ചായത്തുകളിലും UDFന് 365 ഗ്രാമപഞ്ചായത്തുകളിലും ഭരണം നേടാനായി. 10 ജില്ലാ പഞ്ചായത്തുകളും LDFനൊപ്പമാണ്. 4 ജില്ലാ പഞ്ചായത്തുകളാണ് UDFന് ലഭിച്ചത്. നേരത്തെ 7 വീതം ജില്ലാ പഞ്ചായത്തുകളിലാണ് ഇടതുമുന്നണിയും ഇരുമുന്നണികളും അധികാരത്തിലെത്തിയത്. സംസ്ഥാനത്ത് ആകെയുള്ള 87 മുനിസിപ്പാലിറ്റികളിൽ 45 എണ്ണം UDFനാണ്. 35 നഗരസഭകൾ LDFും നേടി. BJP സഖ്യത്തിന് 2 മുനിസിപ്പാലിറ്റിയിൽ ഭരണം ലഭിച്ചു. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 109 LDFും 43 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDFും ഭരണം പിടിച്ചു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഇടതുമുന്നണി നിലനിർത്തി. LDF 20 ഡിവിഷനിൽ ജയിച്ചപ്പോൾ UDF 6 ഡിവിഷനിൽ ജയിച്ചു. ജില്ലയിലെ 73 ഗ്രാമപഞ്ചായത്തുകളിൽ 51 LDFന് ഭരണം ലഭിച്ചത്. 18 UDF. NDAയ്ക്ക് 4 ഗ്രാമപഞ്ചായത്തുകളിൽ ലീഡ്. എക്കാലവും LDFനെ പിന്തുണച്ചിട്ടുള്ള കൊല്ലം ഇത്തവണയും അതാവർത്തിച്ചു. കൂടുതൽ വിശേഷങ്ങളുമായി കൊല്ലത്ത് നിന്ന് ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ ചേരുന്നു. ഹലോ നീരജ്, കേൾക്കാമോ? എന്താണ് കൊല്ലത്തെ മൊത്തം ചിത്രം? NDAയുടെ നില എന്താണ്? ജില്ലയിൽ ഇപ്പോൾ കൊല്ലം നഗരത്തിലെ വിജയികളുടെ വിജയാരവും ഇപ്പോഴും സന്ധ്യയ്ക്ക് ശേഷം അടങ്ങുന്നില്ല. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഫലം മൊത്തത്തിൽ വിലയിരുത്തിയാൽ പ്രതികൂലമെന്ന് പറയാവുന്ന സാഹചര്യത്തിലും LDF ജില്ലയിൽ പിന്നോട്ട് പോയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. NDA മുന്നേറുകയും ചെയ്തിട്ടുണ്ട്. അനുകൂല സാഹചര്യം പ്രയോജനപ്പെടുത്തുന്ന കാര്യത്തിൽ UDF പരാജയപ്പെട്ടു എന്ന് വിലയിരുത്താം. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിയിക്കുന്നത് അങ്ങനെയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ 11 LDF വിജയിച്ചു. ഗ്രാമപഞ്ചായത്തിൽ 43 LDFും 23 UDFും 2 NDAയും വിജയിച്ചു. ജില്ലാ പഞ്ചായത്തിൽ UDF ഇത്തവണ വളരെ പിന്നോക്കം പോയിരിക്കുന്നു. LDF 23 വിജയിച്ചപ്പോൾ UDF 3 മാത്രമാണ് വിജയിച്ചത്. 4 മുനിസിപ്പാലിറ്റികളിൽ 3 LDF മുന്നിലെത്തി. പറവൂർ മുനിസിപ്പാലിറ്റിയിൽ LDF UDFും 14 സീറ്റുകൾ വീതം നേടി. ഇവിടെ NDAയ്ക്ക് 4 സീറ്റ് ലഭിച്ചിട്ടുണ്ട്. LDFും UDFും. ശരി, നന്ദി നീരജ്. പത്തനംതിട്ടയിൽ UDFന്റെ നില ഇത്തവണ ഭദ്രമാണ്. ജില്ലാ പഞ്ചായത്ത് ഒഴിച്ചാൽ മറ്റു തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇടതുമുന്നണിയെ മറികടക്കാൻ അവർക്ക് കഴിഞ്ഞു. പത്തനംതിട്ട നിന്നും ആകാശവാണിക്ക് വേണ്ടി ബിജി വർഗീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ ആകെയുള്ള 16 ഡിവിഷനിൽ 13 എണ്ണം നേടിയാണ് LDF വൻ തരംഗം സൃഷ്ടിച്ചിട്ടുള്ളത്.
3 സീറ്റുകൾ മാത്രമാണ് UDFന് ഇവിടെ ലഭിച്ചത്. കഴിഞ്ഞ തവണ ഇരു മുന്നണികളും പങ്കിട്ടെടുത്ത ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 6 എണ്ണവും ഇത്തവണ LDF നേടി. 2 മാത്രമാണ് UDF ജയിച്ചത്. ഇടതുപക്ഷത്ത് നിലയുറപ്പിച്ചിരുന്ന പന്തളം നഗരസഭയിൽ NDA ചരിത്ര വിജയമാണ് നേടിയത്. അടൂർ നഗരസഭ നിലനിർത്തിയത് കൂടാതെ തിരുവല്ല, പത്തനംതിട്ട നഗരസഭകൾ കൂടി തങ്ങൾക്കൊപ്പം നിർത്തുവാൻ ഇക്കുറി LDFന് കഴിഞ്ഞു. കഴിഞ്ഞ തവണ 2 നഗരസഭകളിൽ ഭരിച്ച UDFന് ഇത്തവണ ഒന്നിൽ പോലും അധികാരത്തിലെത്താൻ ആയില്ല. ശക്തമായ മത്സരം അരങ്ങേറിയ ആലപ്പുഴയിലെ LDF വിജയത്തിനിടയിലും 3 മുനിസിപ്പാലിറ്റികൾ UDFനെ തുണയ്ക്കുകയായിരുന്നു. ആകാശവാണി പ്രതിനിധി R. രവികുമാർ ചേരുന്നു. ഹലോ രവികുമാർ, കേൾക്കാമോ? ഹലോ തുളസിദാസ്. എന്താണ് ജില്ലയുടെ മൊത്തം നില? ഗ്രാമപഞ്ചായത്തുകളുടെ സ്ഥിതി എന്താണ്? ആലപ്പുഴ ജില്ലയിൽ ആകെയുള്ള 72 ഗ്രാമപഞ്ചായത്തിൽ 50 പഞ്ചായത്തുകൾ LDF മുന്നേറുകയാണ്. 18 ഇടത്ത് LDFും 3 ഇടത്ത് LDFും മുന്നേറുന്നുണ്ട്. അതോടൊപ്പം ആലപ്പുഴ ജില്ലയിലെ 11 ബ്ലോക്ക് പഞ്ചായത്തിൽ 11 എണ്ണത്തിലും, ആലപ്പുഴ ജില്ലയിലെ 12 ബ്ലോക്ക് പഞ്ചായത്തിൽ 11 എണ്ണത്തിലും LDF ആണ് മുന്നിൽ. ജില്ലാ പഞ്ചായത്തിലെ 23 ഡിവിഷനുകളിൽ 21 ഡിവിഷനുകളിൽ LDF വിജയിക്കാനായി. 2 മാത്രമാണ് UDFന് വിജയമുള്ളത്. അതോടൊപ്പം തന്നെ ആലപ്പുഴയിലെ 6 നഗരസഭകളിൽ 3 LDF നേടി. ആലപ്പുഴ, കായംകുളം, ചേർത്തല നഗരസഭകൾ LDF നേടിയപ്പോൾ ഹരിപ്പാട്, ചെങ്ങന്നൂർ നഗരസഭകൾ UDF നിലനിർത്തി. ശരി, നന്ദി രവി. 4 പതിറ്റാണ്ടുകാലം UDF മേൽക്കൈ നിലനിർത്തിയ കോട്ടയം ജില്ലയിൽ LDF ഇക്കുറി ആധികാരിക മുന്നേറ്റം നടത്തി. കേരള കോൺഗ്രസ് M. ജോസ് കെ മാണി പക്ഷത്തിന്റെ വരവ് LDFന് ത്രിതല പഞ്ചായത്തിൽ വ്യക്തമായ മുൻതൂക്കം നൽകിയപ്പോൾ പഞ്ചായത്തുകളിൽ നേരിയ മുൻതൂക്കം UDFനാണ്. വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ആകാശവാണി പ്രതിനിധി ടോം മാത്യു. കോട്ടയം ജില്ലാ പഞ്ചായത്തിലും 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 10 71 ഗ്രാമപഞ്ചായത്തുകളിൽ 39 LDF ഭരണം ഉറപ്പിക്കുന്നു. ഒപ്പം വ്യക്തമായ ഭൂരിപക്ഷത്തോടെ പാലാ മുനിസിപ്പാലിറ്റിയിലും 3 മുനിസിപ്പാലിറ്റികളിലെ നേരിയ ഭൂരിപക്ഷത്തിന് പുറമെ 21 ഗ്രാമപഞ്ചായത്തുകളിലും 1 ബ്ലോക്ക് പഞ്ചായത്തിലുമായി UDF വിജയം ഒതുങ്ങുന്നു. അതേസമയം 3 ഗ്രാമപഞ്ചായത്തുകളിൽ ഭൂരിപക്ഷവും മുനിസിപ്പൽ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ വിജയവും നേടി NDA നില മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഇടുക്കിയിൽ 16 ജില്ലാ പഞ്ചായത്തുകളിൽ 10 LDFും 6 UDFും മുന്നിലാണ്. കൂടുതൽ വിശേഷങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ ചേരുന്നു. ഹലോ ആന്റണി. ഹലോ, കേൾക്കാമല്ലോ? കേൾക്കാം. മറ്റു തദ്ദേശ സ്ഥാപനങ്ങളിലെ നില എന്താണ്? കേരള കോൺഗ്രസ് പിളർപ്പ് ഏത് മുന്നണിയാണ് ബാധിച്ചത്? തുളസിദാസ്, ഇടുക്കി ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഫലം 3 മുന്നണികളും നില മെച്ചപ്പെടുത്തിയെന്നൊരു അവകാശവാദം നിലനിൽക്കുന്നതാണ്. ജില്ലാ പഞ്ചായത്ത് LDF ആണ് മേൽക്കൈ നേടിയത്. പറഞ്ഞതുപോലെ തന്നെ 16 ഡിവിഷനിൽ 10 ഡിവിഷനുകളിൽ LDF ജയിച്ചപ്പോൾ 6 ഇടത്താണ് UDF ജയിക്കാനായത്. ബ്ലോക്ക് പഞ്ചായത്തുകൾ 8 ഡിവിഷനുകളിൽ 9-9 4 LDFും 4 UDFും. ഗ്രാമപഞ്ചായത്തുകളിൽ 52 ഗ്രാമപഞ്ചായത്തുകളുടെ ജില്ലയിൽ 27 UDF മേൽക്കൈ നേടി, 23 LDF ജയിച്ചു, 2 ആർക്കും ഭൂരിപക്ഷമില്ല. മുനിസിപ്പാലിറ്റികളിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി UDFനോടൊപ്പമാണ് നിന്നത്. 22 സീറ്റുകൾ UDF നേടി, 9 സീറ്റ് LDFന് കിട്ടി, BJP 2 സീറ്റ് നേടി. തൊടുപുഴ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ UDF 13 സീറ്റ് നേടി, LDF 12 സീറ്റ് നേടി, NDA 8 സീറ്റുകൾ നേടി. അപ്പൊ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും തന്നെ നില മെച്ചപ്പെടുത്തി എന്നുള്ള അവകാശവാദത്തിലാണ്. ശരി, നന്ദി ആന്റണി. കൊച്ചി കോർപ്പറേഷനിലും നില മാറിമറിയുകയാണ്. അതേസമയം എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ UDFനാണ് മേൽക്കൈ. കൂടുതൽ വിശേഷങ്ങളുമായി ആകാശവാണി ലേഖകൻ NC ജയചന്ദ്രൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF ചെറിയ രീതിയിൽ ആധിപത്യം നിലനിർത്തിയ ജില്ലയാണ് എറണാകുളം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇക്കുറി വിജയിച്ച സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും UDF LDFനേക്കാൾ മെച്ചപ്പെട്ട നിലയിലാണ്. കൊച്ചി കോർപ്പറേഷനിൽ UDFന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെങ്കിലും നഗരസഭകളിലും ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലും UDFന് തന്നെയാണ് കൂടുതൽ സീറ്റുകൾ. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ലഭിച്ച പല സീറ്റുകളും UDFന് നഷ്ടപ്പെട്ടു. ജില്ലാ പഞ്ചായത്തിൽ 15 സീറ്റ് UDFനും 8 സീറ്റ് LDFനും 4 സീറ്റ് മറ്റുള്ളവർക്കും ലഭിച്ചു. പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്. സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിൽ ശക്തമായ ത്രികോണ മത്സരം നടന്ന പാലക്കാട് നഗരസഭ 28 സീറ്റുകളോടെ NDA നിലനിർത്തി. വയനാട്ടിലെ 16 ജില്ലാ പഞ്ചായത്തുകളിൽ 9 UDF ഭരണം ഉറപ്പിച്ചു. 7 LDF ഭരണം നേടുന്നത്. ആകാശവാണി പ്രതിനിധി അരുൺ വിൻസെന്റ് ചേരുന്നു. നിലവിൽ 23 പഞ്ചായത്തുകളിൽ 16 പഞ്ചായത്തുകൾ UDF നേടിയപ്പോൾ 7 പഞ്ചായത്തുകൾ മാത്രമാണ് LDFന് ലഭിച്ചത്. നിലവിൽ മാനന്തവാടി, ബത്തേരി, കൽപ്പറ്റ നഗരസഭകളിൽ മാനന്തവാടിയും കൽപ്പറ്റയും UDF നേടിയപ്പോൾ ബത്തേരി മാത്രമാണ് LDFന് നിലനിർത്തുവാൻ കഴിഞ്ഞത്. 4 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 2 വീതം LDFും UDFും പങ്കിട്ടെടുത്തു. ഇക്കുറിയും UDF ജില്ലാ പഞ്ചായത്ത് നിലനിർത്തി. നിലവിൽ 13 സീറ്റുകൾ നേടി NDAയും ജില്ലയിൽ ഇത്തവണ മുന്നേറ്റമുണ്ടാക്കി. എല്ലാ കാലവും UDFനെ തുണയ്ക്കുന്ന മലപ്പുറം ജില്ല ഇത്തവണയും അതാവർത്തിച്ചു. കൂടുതൽ വിശേഷങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ആകാശവാണി പ്രതിനിധി M. സുരേഷ് ബാബു ചേരുന്നു. ഹലോ സുരേഷ്. ജില്ലയിൽ LDFന്റെ സ്ഥിതി എന്താണ്?
മുസ്ലിം ലീഗിന് ഇത്തവണ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. തുളസി, മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഒരു ചിത്രമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്നത്. മലപ്പുറത്ത് UDF അതിന്റെ നില മെച്ചപ്പെടുത്തി, ചെറുതായിട്ടൊന്ന് കഴിഞ്ഞ തവണത്തേക്കാൾ ഒന്നുകൂടി മെച്ചപ്പെടുത്തിയ ഒരു ചിത്രമാണുള്ളത്. 94 ഗ്രാമപഞ്ചായത്തുകളിൽ 73 അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 18 LDFന് മുന്നേറ്റമുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണത്തിൽ അവർക്ക് വർധനവുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൽ 15-ൽ 12 അവർക്ക് മുസ്ലിം ലീഗിനും UDFന് വിജയിക്കാൻ കഴിഞ്ഞു. ഇത് മുസ്ലിം ലീഗിന്റെ വളരെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടങ്ങളിലാണ് മുസ്ലിം ലീഗിന്റെ സഹായത്തോടു കൂടിയാണ് ഈ വിജയം നേടിയിട്ടുള്ളത്. 3 ബ്ലോക്ക് പഞ്ചായത്താണ് LDFന് ജയിക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ 32 ഇതിൽ 5 LDFന് മേൽക്കൈയുള്ളൂ. ബാക്കി 27 UDF ആണ്. ജില്ലാ പഞ്ചായത്തിലും വലിയ മികവ് UDFനുണ്ട്. മുനിസിപ്പാലിറ്റികളിൽ 9 UDF ആണ്. പൊന്നാനി, പെരിന്തൽമണ്ണ എന്നീ 2 മുനിസിപ്പാലിറ്റികൾ പ്ലസ് നിലമ്പൂർ സ്വതന്ത്രരുടെ വലിയ രീതിയിൽ സ്വതന്ത്ര വിജയിച്ച നിലമ്പൂരും ചേർന്നാണ് UDF LDF നിലമ്പൂരും നേടിയിട്ടുള്ളത്. 3 മുനിസിപ്പാലിറ്റികളാണ് LDFനുള്ളത്. തുളസി, പാലക്കാട്ടിലെ നില പരിശോധിക്കാം. സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിൽ ശക്തമായ ത്രികോണ മത്സരം നടന്ന പാലക്കാട് നഗരസഭ 28 സീറ്റുകളോടെ NDA നിലനിർത്തി. കൂടുതൽ വിശേഷങ്ങളുമായി പാലക്കാട് നിന്ന് ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്. പാലക്കാട് ജില്ലയിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തിലും LDF വ്യക്തമായ മുൻതൂക്കം നേടിയിരിക്കുകയാണ്. പാലക്കാട് നഗരസഭയിൽ 28 സീറ്റുകളുടെ വ്യക്തമായ ഭൂരിപക്ഷം നേടി BJP ഭരണത്തുടർച്ച ഉറപ്പാക്കി. ഇവിടെ LDFനാണ് തിരിച്ചടി നേരിട്ടത്. മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലും BJP NDA മുന്നണികൾ കാര്യമായ നേട്ടമുണ്ടാക്കി. നഗരസഭകളിൽ മണ്ണാർക്കാട് മാത്രമാണ് UDF വിജയിച്ചത്. ചിറ്റൂർ തത്തമംഗലം നഗരസഭ LDF പിടിച്ചെടുത്തു. 6 കോൺഗ്രസ് വിമതർ വിജയിച്ചത് പട്ടാമ്പി നഗരസഭയിൽ UDFന് തിരിച്ചടിയായി. കണ്ണൂർ കോർപ്പറേഷനിലാണ് UDFന് ആശ്വാസ ജയം ഉണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി KO ശശിധരൻ നമ്മോടൊപ്പം ചേരുന്നു. ഹലോ ശശിധരൻ. തുളസി, കണ്ണൂർ കോർപ്പറേഷനിൽ UDF ശക്തമായ നിലയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ തവണ 27 സീറ്റിൽ ബലാബലത്തിൽ നിന്ന് LDFും UDFും ഇത്തവണ UDFന് 34 സീറ്റുകൾ ലഭിച്ചിരിക്കുന്നു. 19 സീറ്റാണ് LDFന് ലഭിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, കോർപ്പറേഷനിൽ ആദ്യമായി NDA സീറ്റ് നേടിയിരിക്കുന്നു. പള്ളിക്കുന്ന് ഡിവിഷനിലാണ് NDA സീറ്റ് നേടിയിരിക്കുന്നത്. 71 ഗ്രാമപഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ LDF സീറ്റ് നേടിയിട്ടുണ്ട്. പക്ഷേ ചില പഞ്ചായത്തുകളിൽ LDFന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലും LDFന്റെ മുന്നേറ്റം തന്നെയാണ് നമുക്ക് കാണാവുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിലും അതുപോലെ നഗരസഭകളിലും കഴിഞ്ഞ തവണയ്ക്ക് സമാനമായിട്ടുള്ള സ്ഥിതിവിശേഷം തന്നെയാണ് ദൃശ്യമാവുന്നത്. കാസർഗോഡ് ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 7 LDFും 7 UDFും ലീഡ് ചെയ്യുകയാണ്. ജില്ലയിലെ 38 ഗ്രാമപഞ്ചായത്തുകളിൽ 13 LDF ലീഡ് ചെയ്യുമ്പോൾ 9 UDF ലീഡ് ചെയ്യുകയാണ്. NDA 9 എന്നിങ്ങനെയാണ് ഏറ്റവും പുതിയ വിവരം. കൂടുതൽ വിശേഷങ്ങളുമായി കാസർഗോഡ് നിന്ന് ആകാശവാണി പ്രതിനിധി P ജഗന്നിവാസൻ ചേരുന്നു. 38 ഗ്രാമപഞ്ചായത്തുകളിൽ LDFന് 17 പഞ്ചായത്തുകളിൽ വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. UDFനാകട്ടെ 12 പഞ്ചായത്തുകളിലും വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. NDAയും ശക്തമായ മത്സരത്തിലൂടെ ചില പഞ്ചായത്തുകളിൽ ഒപ്പത്തിനൊപ്പമുണ്ട്. വെള്ളൂർ, മധൂർ തുടങ്ങിയ പഞ്ചായത്തുകളിൽ BJPക്ക് മൃഗീയ ഭൂരിപക്ഷമാണുള്ളത്. ബോർക്കാടി, കാറടുക്ക, കുമ്പടാജെ, മഞ്ചീശ്വരം, മീഞ്ച, പൈവള്ളിക തുടങ്ങിയ പഞ്ചായത്തുകളിൽ NDA ഇരു മുന്നണികളോടൊപ്പം ഒപ്പത്തിനൊപ്പമാണ്. ഈ പഞ്ചായത്തുകളിൽ ആര് ഭരിക്കണമെന്ന് NDA തീരുമാനിക്കും. 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4 LDF നിലനിർത്തി. തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ആവേശകരമായ വിജയമാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നുണപ്രചാരണങ്ങൾക്ക് ജനങ്ങൾ നൽകിയ ഉചിതമായ മറുപടിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിനെതിരായ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. BJPക്ക് കേരളത്തിൽ സ്ഥാനമില്ലെന്ന് തെളിഞ്ഞു. UDFിലുണ്ടായ പാളിച്ചകൾ പരിശോധിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിക്കാൻ ഇടതു വലതു മുന്നണികൾ ഒത്തുകളിച്ചെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് വൻതോതിൽ വോട്ട് കച്ചവടം നടത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ ഇടതുമുന്നണിക്ക് ആധികാരിക ജയം. തിരുവനന്തപുരം, കോഴിക്കോട്, കൊല്ലം കോർപ്പറേഷനുകളിൽ LDF ഭരണത്തിൽ. കണ്ണൂർ കോർപ്പറേഷനിൽ UDF. ആർക്കും മേൽക്കൈയില്ലാതെ തൃശൂർ, എറണാകുളം കോർപ്പറേഷനുകൾ. 551 ഗ്രാമപഞ്ചായത്തുകൾ LDFന്. 365 പഞ്ചായത്തുകളിൽ UDF ഭരണം. മുനിസിപ്പാലിറ്റികളിൽ UDFന് മുൻതൂക്കം. പന്തളം മുനിസിപ്പാലിറ്റിയിൽ NDA ആദ്യമായി ഭരണം പിടിച്ചെടുത്തു. പാലക്കാട് നിലനിർത്തി. തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്ത്. നുണപ്രചാരണങ്ങൾക്ക് ജനം നൽകിയ വിജയമെന്ന് മുഖ്യമന്ത്രി. സർക്കാരിനെതിരായ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതു വലതു മുന്നണികൾ ഒത്തുകളിച്ചെന്ന് BJP. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടാതെ കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR ന്യൂസ് TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വാർത്തകൾ ഇനി
7:25.